ഇപ്പോൾ ശ്രീ എം എ ബേബി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ എം എ ബേബി, എങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രമാത്രം നമ്മളെ വിസ്മയിപ്പിച്ച അനശ്വര പ്രതിഭ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയതാളം മാത്രമാണ് നിലച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം തബലയിൽ വായിച്ച താളങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ മുഴങ്ങുന്നുണ്ട്, നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. അത്രമാത്രം മറക്കാൻ കഴിയാത്തൊരു സംഗീത സ്മരണ. എങ്ങനെയാണ് ആ ജീവിതത്തെ നമ്മൾ ഓർത്തെടുക്കേണ്ടത്? അദ്ദേഹം സംഗീത വേദികളിലേക്ക് ചെറുപ്രായത്തിൽ സ്വന്തം വാപ്പയുടെ കൈപിടിച്ചിട്ടാണ് കടന്നു വന്നത്. അള്ളാരഖ ഖാൻ അതുല്യനായ തബലവാദകനാണ്. അദ്ദേഹം ചെറുപ്രായത്തിൽ, കൗമാരപ്രായത്തിൽ തന്നെ സംഗീത ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചു. തന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം ആസ്വാദകരുടെ മനങ്ക വരുന്ന വിസ്മയകരമായ പ്രകടനങ്ങളാണ് നടത്തിയത്. അതോടൊപ്പം ചലച്ചിത്ര മേഖലയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. സംഗീത സംവിധായകനായി പാശ്ചാത്യ സംഗീതത്തിലെ വ്യത്യസ്ത ശൈലികളുമായി പൊരുത്തപ്പെട്ട് അവർക്കൊപ്പം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. ജോർജ് ഹാരിസനെ പോലുള്ളവരുമായിട്ടൊത്ത് സഹകരിച്ചു. നമ്മുടെ ദക്ഷിണ ഇന്ത്യയിലെ സംഗീത ശൈലി, കർണാടക സംഗീതത്തിലെ ഉമയാളൂരും ശിവരാമനെ പോലെ, കാരിക്കുടി മണിയെ പോലെ ഉള്ളവരുമൊക്കെ ആയിട്ട് അദ്ദേഹം ഒത്തു പ്രവർത്തിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഷാജിയൻ ഗരുഡിന്റെ വാനപ്രസ്ഥത്തിന് സംഗീതം പകർന്നുകൊണ്ട്, പശ്ചാത്തല സംഗീതം പകർന്നുകൊണ്ട് മലയാള ചലച്ചിത്ര മേഖലയുമായും അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലരും ഓർക്കാത്ത ഒരു കാര്യം, ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ തബലാവാദനത്തിന്റെ മഹാമേരുക്കൾ എന്ന് പറയാവുന്ന സ്വന്തം വാപ്പ അള്ളാരഖ ഖാൻ, ഉസ്താദ് കിഷൻ മഹാരാജ്, അങ്ങനെയുള്ള വലിയ പ്രതിഭാശാലികളുടെ ഒരു നിര അടിത്തറയിട്ട താളപദ്ധതി സ്വായത്തമാക്കി അത് ശാസ്ത്രീയമായി പൂർണ്ണമായി പഠിച്ച് അതിൽ ജ്ഞാനം നേടി അതിനുശേഷമാണ് അദ്ദേഹം പരീക്ഷണങ്ങൾക്ക് പുറപ്പെട്ടത്. ഈ അടിസ്ഥാന താളശാസ്ത്രബോധം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അഭ്യാസങ്ങൾ കാണിച്ചിട്ടില്ല. പക്ഷേ ശ്രീ എം എ ബേബി, ആ താളക്രമത്തിൽ നിൽക്കുമ്പോൾ പോലും അതിലേക്ക് മറ്റ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത വഴികളെ സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞതാണോ ഇവരിൽ നിന്നൊക്കെ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്? അതെ, സ്വന്തം ശാസ്ത്രീയ താള സംഗീത പദ്ധതി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ DNA ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം സംഗീത പരിപാടികൾക്കും അദ്ദേഹം സഞ്ചരിച്ചതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ലോക സംഗീതത്തിന്റെ വ്യത്യസ്ത കൈവഴികളും അദ്ദേഹം ശരിക്കും പഠിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവയുമായി അന്യോന്യം നടത്താൻ കഴിഞ്ഞത്. ഡൽഹിയിൽ സ്വരല നടത്തിയൊരു പരിപാടി ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഡൽഹിയിലാണ് ഇരിക്കുന്നത്. ആ സംഗീത പരിപാടി നടന്നതിന് ഏതാനും വാരയകലെയാണ് വിദൽഭായ് പട്ടേൽ ഹൗസിലെ റാഫി മാർഗിലുള്ള മൗലങ്കർ ഓഡിറ്റോറിയത്തിലായിരുന്നു ആ പരിപാടി. ഉമയാൾപുരം ശിവരാമനും സക്കീർ ഹുസൈനും കൂടെയുള്ള ജുഗൽബന്ദി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു അന്യോന്യമായി. അപ്പം അതിനൊരു ദിവസം മുമ്പാണ് വിദേശത്ത് നിന്ന് പണ്ഡിറ്റ് രവിശങ്കർ ഡൽഹിയിൽ എത്തിയിരുന്നത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അന്ന് അദ്ദേഹം രാജ്യസഭയിൽ നോമിനേറ്റ് മെമ്പറാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ആദ്യം കുറച്ച് സ്നേഹപൂർവ്വം ശകാരിച്ചു. ഇങ്ങനൊരു പരിപാടി നടത്തിയിട്ട് എന്നെ എന്തുകൊണ്ട് നിങ്ങൾ അറിയിച്ചില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഓഡിറ്റോറിയം മുഴുവൻ പണ്ഡിറ്റ് രവിശങ്കർ അങ്ങയ്ക്കുള്ളതാണ്. അങ്ങയും അങ്ങയുടെ കുടുംബാംഗങ്ങളും വന്നിട്ട് ബാക്കി വല്ല സ്ഥലവും ഉണ്ടെങ്കിൽ വേറെ ആളിൽ ഞാൻ കയറ്റുള്ളൂ എന്നൊക്കെ ഞങ്ങൾ തമാശ പറഞ്ഞു. അദ്ദേഹം, സുകന്യ, മകൾ അനുഷ്ക ഇവരെല്ലാം മുൻനിരയിൽ വന്നിരുന്ന് ഈ പരിപാടി കേട്ടു. ഉമയാൾപുരവും സക്കീർ ഹുസൈനും കൂടെയുള്ള ഒരു താളവാദ്യ അന്യോന്യം. അതുപോലെ എത്രയോ പരിപാടികൾ. ഒരു മിനിറ്റ് തരാമെങ്കിൽ, ഫ്രഞ്ച് പ്രസിഡന്റ്, അന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന മിത്തറാങ്, അദ്ദേഹം വന്ന് ഡൽഹിയിലെ മോഡേൺ സ്കൂളിൽ വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഇവരുടെ പരിപാടി കേട്ടു. അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. പണ്ഡിറ്റ് രവിശങ്കർ അദ്ദേഹം ആദ്യം വിവാഹം കഴിച്ചത് അവരുടെ ഗുരുവായിട്ടുള്ള അലാവുദ്ദീൻ ഖാന്റെ മകൾ അന്നപൂർണ ദേവിയെയാണ്. അലാവുദ്ദീൻ ഖാന്റെ മകനും അന്നപൂർണയുടെ സഹോദരനുമായ അലി അക്ബർ ഖാൻ സരോജിലെ അതുല്യ പ്രതിഭയാണ്. അപ്പൊ അലി അക്ബർ ഖാൻ സാഹിബും പണ്ഡിറ്റ് രവിശങ്കറും കൂടി ഒരുപാട് ജുഗൽബന്ദികൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവർ നടത്തിയ അവസാനത്തെ ജുഗൽബന്ദിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്.
ഡൽഹിയിലെ മോഡേൺ സ്കൂളിലായിരുന്നു. അതിനുശേഷം അവരിരുവരും കൂടി ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടില്ല. അന്ന് ഉസ്താദ് അലി അക്ബർ ഖാനും പണ്ഡിറ്റ് രവിശങ്കറും കൂടി സരോദിലും സിത്താറിലും ഒരു വിസ്മയ സംഗീത പ്രപഞ്ചം അവിടെ തീർത്തപ്പോൾ തബല വായിച്ചത് വാപ്പയും മകനുമാണ്, അള്ളാരഹ ഖാനും സക്കീർ ഹുസൈനുമാണ്. അത് ബെറ്റിയോടൊപ്പം ഇരുന്ന് കേട്ടത് ഞാൻ ഓർക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് മിത്രാങ്ങും വന്ന് തറയിൽ ചമ്രക്കാലും കൂട്ടിയിരിക്കുന്നു നമ്മൾ പറയില്ലേ, അങ്ങനെ ഇരുന്നിട്ടാണ് എല്ലാവരും താഴെ ഇരിക്കണം. ഫ്രഞ്ച് പ്രസിഡന്റ് കസേരയൊന്നും അവിടെ കൊണ്ടുവന്നിട്ടിരുന്നില്ല. അദ്ദേഹം സദസ്സിൽ മറ്റുള്ളവരോടൊപ്പം ഇരുന്നാണ് കേട്ടത്. അന്നൊരു സിന്ധു ഭൈരവി കൃതി അവസാനം വായിച്ചു. HMV അത് കാസറ്റായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ യൂട്യൂബിൽ പോയാൽ അത് കേൾക്കാൻ കഴിയും. ഇവർ രണ്ടുപേരും തബല വായിച്ചിട്ടുള്ളത് എത്ര വലിയ നിയന്ത്രണത്തോടും കൂടി. അപ്പൊ അതിനിടെ സംഗീതം കേൾക്കുന്നതിനുള്ള വേണ്ടത്ര ഇഷ്ടമില്ലാത്ത സദസ് കയ്യടികൾ ആയിട്ട് പ്രതികരിച്ചപ്പോ പണ്ഡിറ്റ് രവിശങ്കർ ഇടപെട്ടിട്ട് സദസ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കൈയടിക്കരുത്, ഞങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് സമയം തരാം, അപ്പൊ കൈയടിച്ചോളൂ, ഇടയ്ക്ക് കൈയടിക്കരുത് എന്ന് പണ്ഡിറ്റ് രവിശങ്കർ സദസ്സിനെ സ്നേഹപൂർവ്വം ശാസിച്ചതും ഞാൻ ഓർക്കുകയാണ്. പിന്നെ ഡൽഹിയിൽ നാടക പ്രവർത്തകനായിരുന്ന സഫ്ദർ ഹാഷ്മിയെ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ, കോൺഗ്രസ് നേതാവ് HKL ഭഗത്തിന്റെ ശിഷ്യഗണങ്ങളാണ്, തല്ലി കൊന്നുകളഞ്ഞു സഫ്ദർ ഹാഷ്മിയെ. ആ സഫ്ദർ ഹാഷ്മി രക്തസാക്ഷിയായപ്പോ കലാകാരനായ നാടക പ്രവർത്തകനായ സഖാവ് സഫ്ദർ ഹാഷ്മിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സക്കീർ ഹുസൈൻ സാഹിബ് പരിപാടി അവതരിപ്പിച്ചു. സഫ്ദർ ഹാഷി മെമ്മോറിയൽ ട്രസ്റ്റ് സഹമത്തിന്റെ ഒരുപാട് പരിപാടികൾ അദ്ദേഹം ഒന്ന് സംബന്ധിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ സാമൂഹ്യ ബോധമുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ MA ബേബി, ഈ വലിയ ഓർമ്മകൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. ഇതൊക്കെ നമുക്കൊന്നും പരിചിതമല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അസാധാരണമായ പ്രതിഭ. ഒപ്പം തന്നെ നമ്മളെങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു വെക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം സംഗീതത്തിൽ ജീവിച്ച, സംഗീതം കൊണ്ട് മനുഷ്യനെ സന്തോഷിപ്പിച്ച, അവൻ്റെ വേദനകൾക്ക് കുറച്ച് സമയമെങ്കിലും ആശ്വാസം നൽകിയ ഒരു മനുഷ്യനാണ് നമ്മളെ കടന്നു പോകുന്നത്. ലോകമറിയുന്ന ഇന്ത്യയുടെ മകനെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന അസാധാരണക്കാരനായ ഒരു പ്രതിഭ നമ്മളെ വിട്ട് യാത്ര പറഞ്ഞു പോവുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ഏറ്റവും ബഹുമാനത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഹൃദയതാളം മാത്രമാണ് നിലച്ചിരിക്കുന്നത്. ആ മാന്ത്രിക വിരലുകൾ തീർത്ത തബലയുടെ താളം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്.